അമേരിക്കയിലെ വിരമിക്കൽ ആനുകൂല്യമായ സോഷ്യൽ സെക്യൂരിറ്റിയിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിക്കെയറിലും 2026 വലിയ മാറ്റങ്ങളാണ് വരുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം അടുത്ത വർഷം 2.8% വർദ്ധിക്കും. അതായത് 2026 കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് 2.8% എന്നതാണ് പ്രധാന മാറ്റം. ഇതുവഴി വിരമിച്ചവരുടെ സാധാരണ പ്രതിമാസ ആനുകൂല്യം ഏകദേശം $56 വർദ്ധിക്കും. നിലവിലെ പ്രതിമാസ ശരാശരി ആനുകൂല്യം $2015 നിന്ന് ഏകദേശം 2071 ഉയരും. കൂടാതെ പൂർണ്ണ വിരമിക്കൽ പ്രായത്തിൽ വിരമിക്കുന്നവരുടെ പരമാവധി ആനുകൂല്യം $4152 ഉയരും. 70 വയസ്സിൽ വിരമിക്കുന്നവർക്ക് പ്രതിമാസം $5251 വരെ ലഭിക്കും. എന്നാൽ സോഷ്യൽ സെക്യൂരിറ്റി നികുതി അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ടാക്സ് നൽകേണ്ട വരുമാന പരിധി $1,84,500 ഉയർന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ $1,76,100 നിന്നുള്ള വർധനവാണ്. 2026 ആരോഗ്യ സംരക്ഷണ ചെലവുകളും വർദ്ധിക്കുന്നുണ്ട്. മെഡിക്കെയർ പാർട്ട് ബിയുടെ സാധാരണ പ്രീമിയം പ്രതിമാസം $202.90 ഉയരും. ഇത് 2025 $185 നിന്നുള്ള വലിയ വർധനമാണ്. ഈ വർധനവ് കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റിലെ വർധനവിന്റെ 1/3 ഭാഗത്തോളം ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. പാർട്ട് ബിയുടെ വാർഷിക ഡിറ്റക്റ്റബിൾ $283 ഉയരും. എന്നിരുന്നാലും പാർട്ട് ഡി പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾക്കുള്ള പുറത്തുള്ള ചെലവ് വർഷം $2,100 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉയർന്ന വിലയുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് വലിയ ആശ്വാസമാകും. 2026 ജോലിക്കാർക്ക് അവരുടെ പെൻഷൻ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവസരമുണ്ട്. അടുത്ത വർഷം മുതൽ റിട്ടയർമെന്റ് സേവിംഗ്സ് പ്ലാനുകളായ 401k, 403b, 457 എന്നിവയിലേക്കുള്ള വ്യക്തിഗത സംഭാവന പരിധി $24,500 ഉയരും. ഇൻഡിവിജ്വൽ റിട്ടയർമെന്റ് അക്കൗണ്ട് സംഭാവന പരിധി $7,500 വർദ്ധിക്കും. ഇത് നികുതി ഇളവോടെയുള്ള സമ്പാദ്യത്തിന് കൂടുതൽ അവസരം നൽകും. 60-നും 63-നിടയിൽ പ്രായമുള്ളവർക്ക് സൂപ്പർ കാച്ചപ്പ് എന്ന പേരിൽ അധികമായി $11,250 വരെ സംഭാവന ചെയ്യാം. ഇത് അവരുടെ മൊത്തം 401k സംഭാവന $35,750 ഉയർത്തും. ഹെൽത്ത് സേവിംഗ്സ് അക്കൗണ്ട് പരിധി വ്യക്തികൾക്ക് $4,400 കുടുംബങ്ങൾക്ക് $8,750 ഉയരും. അതേസമയം സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം കൃത്യമായി ലഭിക്കാനും പേയ്മെന്റുകളിൽ തടസ്സം ഉണ്ടാകാതിരിക്കാനും ഡിസംബർ 31 മുമ്പ് ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വരുമാന രേഖകളിലെ പിഴവുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലെ അപാകതകൾ, ഡയറക്റ്റ് ഡിപ്പോസിറ്റിന്റെ വിശദാംശങ്ങളിലെ തെറ്റുകൾ എന്നിവ പേയ്മെന്റുകൾ വൈകാൻ കാരണമായേക്കാം. മൈ സോഷ്യൽ സെക്യൂരിറ്റി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് 2024-25 വർഷങ്ങളിലെ വരുമാന രേഖകൾ ശരിയാണോ എന്ന് പരിശോധിക്കണം. അതുപോലെ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് വിവരങ്ങൾ വീണ്ടും ഉറപ്പുവരുത്തണം. 2026 ആദ്യത്തെ സപ്ലിമെന്ററി സെക്യൂരിറ്റി ഇൻകം പേയ്മെന്റുകൾ 2025 ഡിസംബർ 31 മുതലാണ് ലഭ്യമാകുക. സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ പേപ്പർ ചെക്കുകൾ നിർത്തലാക്കിയതിനാൽ എല്ലാ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകളും ഇപ്പോൾ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് വഴിയോ ഡയറക്റ്റ് എക്സ്പ്രസ് ഡെബിറ്റ് മാസ്റ്റർ കാർഡ് വഴിയോ ഇലക്ട്രോണിക് ആയാണ് നൽകുന്നത്. 2026 ജനുവരിയിലെ പേയ്മെന്റുകളിൽ കാലതാമസം ഒഴിവാക്കാൻ ഗുണഭോക്താക്കൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കാലികമാണെന്ന് ഉറപ്പുവരുത്തണം.